ഇതൊരു ദ്വാരക്കണോർത്തും ദ്വാരക്കാത്തോർത്തുള്ള തർക്കല്ല, ദിക്ർ ചൊല്ലണോ ചൊല്ലണ്ടേ എന്നുള്ള തർക്കല്ല, അതല്ലെങ്കിൽ മൗലിദ് ഓതണോ ഓതണ്ടേ എന്നുള്ള തർക്കല്ല. കേരളത്തിലുള്ള മുഴുവൻ സുന്നികളും ജൂതന്മാരാണ്, അവർ മുശ്രിക്കുകളാണ് എന്ന് അടച്ചാക്ഷേപിക്കുമ്പോൾ ഒരാളെ തൂക്കിക്കൊല്ലുമ്പോ എന്തിനാ എന്നെ കൊല്ലണമെന്നുള്ളൊരു അറിയാനുള്ള ബാധ്യത കൊല്ലപ്പെടുന്നാക്കില്ലേ, തൂക്കപ്പെടുന്നാക്കില്ലേ? എന്തിനാണ് എന്നെ തൂക്കുന്നത് എന്ന് തൂക്കപ്പെടുന്ന ആൾ അറിയണ്ടേ? ഇങ്ങനെ ആരോപിക്കപ്പെടുമ്പോൾ ഈ ആരോപണം പറയാൻ മാത്രമുള്ള എന്ത് വിഷയമാണുള്ളത് എന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാണ് ഈ ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് മുത്തുനബി തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇദ്ദേഹം പിന്നീട് നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ ഷിയായിസം വരാത്തത് സമസ്ത ഉണ്ടായതുകൊണ്ടാണ്. 4 ദിവസം മുമ്പ് പറഞ്ഞത് സമസ്തക്കാർ മുഴുവൻ ഷിയാക്കളാണ് എന്നാണ്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മൂപ്പർ അതിനൊരു വിശദീകരണം നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഷിയായിസം വരാത്തത് സമസ്ത ഉണ്ടായതുകൊണ്ടാണ്. സമസ്തക്കാരൊക്കെ ദീർഘദൃഷ്ടിയുള്ളവരാണ്, നല്ല തൗഹീദുള്ളവരാണ്. പെരടിക്കാണ്ട് കിട്ടിയപ്പം ഉള്ളത് പോലാണ് പറഞ്ഞത്. അദ്ദേഹത്തിനാണ് സംസാരം ഒന്ന് കേൾക്കി. കൊണ്ട് തന്നെ ഇറാനിയൻ ഷിയത്ത് കേരളത്തിൽ വരാതെ സംരക്ഷിച്ചത് സമസ്തയാണ്. അപ്പൊ യമനിൽ നിന്നുള്ള ഷിയായിസം കേരളത്തിൽ വരാതെ സംരക്ഷിച്ച സംസ്ഥയാണ്. സന്തോഷമായി കാണുമ്പോൾ സർവത്ത് വാങ്ങിത്തരാം. ബാക്കി സമസ്തന്റെ പണ്ഡിതന്മാരുടെ ദീർഘദൃഷ്ടിയാണ്, പൂർവികന്മാരുടെ. അപ്പൊ സമസ്തയുടെ പൂർവികന്മാരായ പണ്ഡിതന്മാരുടെ ദീർഘദൃഷ്ടി കൊണ്ടാണ് യമനിന്ന് ഷിയായിസം എങ്ങനെയാണ്ട് ലോഡായിട്ട് വരാത്തത്. ആയിക്കോട്ടെ, സന്തോഷമുണ്ട്. എന്നിട്ട് അവര് യമനിയൻ ഷിയത്തിന്റെ ഭാഗമാണ്, അത്ര കട്ടിയില്ല. 1. 2, സമസ്തയെ ഞാൻ ഒരിക്കലും ശിർക്കിന്റെയോ മുശ്രിക്കിന്റെയോ മുശ്രിക്കിന്റെയോ കാഫിറിന്റെയോ പട്ടികയിൽ ഞാൻ പെടുത്തൂല. കാരണം എന്താ നോക്കി നിങ്ങൾ ഇത്ര നല്ല മനുഷ്യനെ കണ്ടുക്കണ? സമസ്തന്റെ ആൾക്കാരെ ഞാനിങ്ങനെ ശിർക്കും മുശ്രിക്കും നാക്കൂല, ആക്കിയന് മാത്രം കിട്ടിയിരിക്കണ്. ആക്കിയന് മാത്രം കിട്ടിയപ്പോ പറയാണ് ഞാൻ സമസ്തക്കാരങ്ങനെ ഒന്നും ഞാൻ അങ്ങനെ സമസ്തക്കാരെ പ്രതികരിച്ചിട്ടുള്ളൂ, ബാക്കി നട്ടലില്ലാത്ത ഒരാളും പ്രതികരിച്ചിട്ടില്ല. സമസ്തക്കാരാണ് പ്രതികരിച്ചു. 2 പരിപാടിയാണ് വെച്ചു, പള്ളാണ് നിറഞ്ഞു. സമസ്തക്കാരൊന്നും മുശ്രിക്കുകളല്ലാന്ന് തൊള്ളുകൊണ്ടാണ് പറഞ്ഞു. ബാക്കി എനിക്കറിയുന്ന പല പണ്ഡിതന്മാരും പ്യൂർ മുവഹിദുകൾ സമസ്തയിലൂടെ എനിക്കറിയുന്ന, ഇപ്പോഴും അറിയുന്ന. എന്താന്നറിയോ എങ്ങനെ പ്യൂർ ഇംഗ്ലീഷ് വാക്ക്? അതന്നെ അത്രയും നല്ല ക്ലിയർ ഉള്ള തൗഹീദുള്ള പണ്ഡിതന്മാരെ സമസ്തയിലുണ്ട്. ഇതെന്തെങ്ങനെ പറഞ്ഞു? നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, അത്രയും അഹങ്കാരമൊന്നും നമുക്കില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞില്ലേ, അത് മതി. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു എന്ന് ഞങ്ങൾ പറയണില്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? ആദ്യം പറഞ്ഞത് കളവായതുകൊണ്ടല്ലേ പിന്നെ തിരുത്തേണ്ടി വന്നത്? ആദ്യം പറഞ്ഞത് കളവല്ലെങ്കിൽ തിരുത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ സമസ്തക്കാരായ പണ്ഡിതന്മാരും സമസ്തക്കാരായ ആളുകളും മുശ്രിക്കീങ്ങളാണെന്ന് ഞാൻ പറയില്ല. ഓലൊക്കെ ദീർഘദൃഷ്ടിയുള്ളവരാണ്. ഓല ദീർഘദൃഷ്ടി കൊണ്ടാണ് ഇവിടെ ഷിയായിസം വരാത്തത് എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ അതാണ് സത്യം. അതാണ് ഈ പരിപാടിയുടെ നേട്ടം എന്ന് പറയുന്നത്. നമ്മളാരും ഉണ്ടാതെങ്ങനെ ഇരുന്നാ ഇയാൾ തിരുത്തുവോ? അതുകൊണ്ടാണ് വഹാബിസത്തിന്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം എന്ന് പറയുന്നത്.